ഇന്ന് സഭാമാതാവ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1647 ജൂലൈ 22 ഭൂജാതയായ ഇവർ 1690 ഒക്ടോബർ 17 ഇഹലോകവാസം വെടിഞ്ഞു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തി, വിശുദ്ധ കുർബാനയോടും നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തോടുമുള്ള ഇവരുടെ ഭക്തി നമുക്കെല്ലാവർക്കും ഒന്നുപോലെ അറിയാവുന്നതാണ്. ഇവർക്ക് ഈശോ കാണപ്പെട്ടുകൊണ്ട് ഇപ്രകാരം ഇവരോട് പറഞ്ഞു: മനുഷ്യരോട്, പ്രത്യേകിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഹൃദയം കാണുക. അത് നിയന്ത്രിക്കാനാവാതെ ലോകമാസകലം പ്രചരിപ്പിക്കാൻ നിന്നെ ഞാൻ ഉപകരണമാക്കിയിരിക്കുകയാണ്. തൻ്റെ 12 വാഗ്ദാനങ്ങൾ ഈശോ മാർഗരറ്റിനെ അറിയിച്ചു. 1920 വിശുദ്ധയെന്ന് ഇവരെ നാമകരണം ചെയ്യപ്പെട്ടു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിനം വചനയാത്രയിൽ നമ്മെ സഹായിക്കുന്നു വെരി റവറൻഡ് ഫാദർ പങ്ക്രീഷ്യസ്. യേശുവിൽ പ്രിയരെ, ഇന്നലെ ആരംഭിച്ച എഫേസോസുകാർക്കുള്ള ലേഖനം അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, പിന്നെയോ ഏഷ്യയിലെ സഭകൾക്കെല്ലാം വേണ്ടി കൂടിയായിരുന്നു. ഇന്നത്തെ ഭാഗം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളി, അവിടുത്തെ പദ്ധതി അനുസരിച്ചും അവിടുത്തെ മഹത്വത്തിനും സ്തുതിക്കുമെന്ന പോലെ പരിശുദ്ധാത്മാവാൽ അവർ മുദ്രിതരാകാനും വേണ്ടി കൂടിയായിരുന്നു. പ്രസ്തുത മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം വീണ്ടെടുത്ത സ്വന്തമാക്കുന്നത് വരെയുള്ള അച്ചാരവുമാണ് പരിശുദ്ധാത്മാവ്. ലൂക്കായുടെ സുവിശേഷം ഫരിസേയരെ നേരിടുന്ന യേശുവിനെയാണ് അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ അവിടുന്ന് ശിഷ്യന്മാർക്ക് ചില പാഠങ്ങളും നൽകുന്നുണ്ട്. യേശുവിൽ പോലും എന്തെങ്കിലും തെറ്റു കണ്ടുപിടിക്കാൻ തക്കം നോക്കുന്ന അവർ ശിഷ്യന്മാരെ വെറുതെ വിടില്ല എന്നറിയാമായിരുന്ന അവിടുന്ന് ശിഷ്യർക്കായി നൽകുന്ന താക്കീതാണ്, മുന്നറിയിപ്പാണ് ഇന്നത്തെ ഭാഗം. അത് മറ്റൊന്നുമല്ല, അവരുടെ കാപട്യം തന്നെ, പുളിമാവ് പോലെ അദൃശ്യമായ കാപട്യം. അവർ രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനത്തെ പോലും വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് തമസ്കരിക്കാൻ ശ്രമിക്കും. എന്നാൽ അത് സർവ്വ മൂടുപടവും ഭേദിച്ച് പുറത്തു വരും, സർവ്വ നിഗൂഢതകളും വെട്ടിത്തുറന്ന് വെളിച്ചത്ത് വരും. അവരുടെ അകം കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോഴും പുറം കഴുകി വെടിപ്പാക്കുന്ന പ്രഹസനം നടത്തി സാധാരണക്കാരായ പാവങ്ങളെ പറ്റിക്കുന്നവർ, നിസ്സാര കാര്യങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ കാർക്കശ്യം കാണിച്ച് ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും സൗകര്യപൂർവ്വം അവഗണിക്കുന്നവർ. എന്നാൽ ഇത്തരക്കാരെ ഭയപ്പെടേണ്ട എന്നാണ് അവിടുന്ന് ശിഷ്യരെ പഠിപ്പിച്ചത്. കാരണം അവർക്ക് നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാനാവില്ല. അവർക്കുള്ള മറുപടിയായിരുന്നുവല്ലോ യേശുവിൻ്റെ ഉയിർപ്പ്. നിസ്സാരമെന്ന് കരുതുന്ന കുരുവികളെ പോലും വിസ്മരിക്കാത്ത, തലമുടിയിഴ പോലും എണ്ണിത്തിട്ടപ്പെടുത്തുന്ന അവിടുന്ന് തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ശിഷ്യരെ അവഗണിക്കുമോ? അതുകൊണ്ട് ഭയം കൂടാതെ സാക്ഷ്യം നൽകേണ്ടവരാണ് ശിഷ്യർ. അവർക്ക് അവരെ പ്രതിരോധിക്കാനുള്ള ശക്തി നൽകുന്നതിനോടൊപ്പം അവരെ അവിടുന്ന് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ ഏറ്റുപറയുകയും ചെയ്യും. യേശുവിൻ്റെ തിരുഹൃദയ ഭക്തിയിൽ തൻ്റെ ജീവിതത്തികവ് കണ്ടെത്തിയ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കും രോഗികളോടും ദരിദ്രരോടും അലിവും ആർദ്രതയും പ്രകടിപ്പിച്ച, അവർക്കായി വസതികൾ ഒരുക്കി ശുശ്രൂഷിച്ച വിശുദ്ധ ഹെഡ്വിഗും ഇത്തരം ധീരശിഷ്യത്വത്തിൻ്റെ മാതൃകകളാണ്. നമുക്കും അവരെ അനുകരിച്ച് ജീവിത വിശുദ്ധി നേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.